പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് പഴം കോഴിമുട്ട ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടപ്പഴംപൊരീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടാലോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയാണ്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. അതിലേക്കൊരു 3 ഏലക്കായ ചെറുതായിട്ട് ചതച്ചെടുത്തത്, പിന്നെ ഒരു സ്പൂൺ അളവിൽ കരിഞ്ജീരകമാണ് ഞാൻ ചേർത്തത്. അത് ഇഷ്ടമല്ലാത്തവർക്ക് എള്ള് വേണ്ടവർക്ക് എള്ളും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ള അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 സ്പൂൺ അളവിൽ പഞ്ചസാര. മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. ഒരു കോഴിമുട്ടയും കൂടെ ചേർത്തിട്ട് ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതൊരു മാവാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ട പിടിക്കാതെ നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മാവാക്കി എടുക്കാം. അതായത് ഇതിപ്പോൾ കണ്ടോ, ദോശമാവിൻ്റെയൊക്കെ പോലെ ആ ഒരു ഇതിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് കേട്ടോ പഴം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഒരു പഴത്തിന് 3 പീസാക്കിയിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതായത് ഈ പഴംപൊരിയിലേക്ക് അല്ലെങ്കിൽ ഓയിൽ ഇറങ്ങിപ്പോവും, അതുകൊണ്ടാണ്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതായത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക എങ്ങനെയാ വെച്ചാൽ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന പഴംപൊരിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.